വെൽക്കം ടു ഈസി സയൻസ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ന്യൂട്രീഷൻ ആനിമൽസ്. അപ്പോൾ കഴിഞ്ഞ പാട്ടിലാണ് പഠിച്ചത് ന്യൂട്രീഷൻ ഇൻ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ന്യൂട്രീഷൻ നമ്മൾ രണ്ട് ഗ്രൂപ്പായിട്ട് നമ്മൾ മാറ്റിയിട്ടുണ്ടായിരുന്നു, ഓട്ടോട്രോഫിക്കും ഹെട്രോട്രോഫിക്കും. അതിൽ ഹെട്രോട്രോഫിക് പെട്ടതാണ് എനിമൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വയം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, വേറെ അതർ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന, ന്യൂട്രീഷൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന, അത് നമ്മൾ ഹെട്രോട്രോഫിക് എന്ന് പറയുന്നു. ഹെട്രോട്രോഫിയിൽ തന്നെ മൂന്നെണ്ണം ഉണ്ട്: സാപ്രോഫൈറ്റിക്, പാരാസൈറ്റിക് ആൻഡ് ഹോളോസോയിക്. അതിൽ സാപ്രോഫൈറ്റിക് വരുന്ന ഫംഗസ്, ബാക്ടീരിയ, അതുപോലെ തന്നെ പാരസൈറ്റിൽ ലൈക്കൻസ്, ടിക്സ്, റണ്ടുവർമ്സ്, പ്ലാസ്മോഡിയം ഒക്കെ വരുന്നു. അതുപോലെ തന്നെ ഹോളോസോയിക്കിൽ അതാണ് എനിമൽസും ഹ്യൂമണൊക്കെ വരുന്നത് അതിലാണ്. അപ്പോൾ നമുക്ക് നോക്കാം ന്യൂട്രീഷൻ എലിമെന്റ്സ്. എനിമൽസിന് ഒരിക്കലും സ്വയം പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല, അത് വേറൊരു ഓർഗാനിസത്തിനെ എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. ഇപ്പൊ നമ്മൾ പ്ലാന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ പ്ലാന്റ്സ് നമ്മൾ ബീൻസ്, അതുപോലെ തന്നെ വെജിറ്റബിൾസ് ഒക്കെ നമ്മൾ പ്ലാന്റ്സിൽ നിന്ന് കിട്ടുന്നത്. അതിന് എനിമൽസിൽ നിന്ന് മിൽക്ക്, കേർഡ്, ഗീ ഇതൊക്കെ നമ്മൾ എനിമൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു. അത് നമ്മൾ മീറ്റ്, ചിക്കൻ, അതുപോലെ തന്നെ ഫിഷ് അതൊക്കെ നമ്മൾ കഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സോളിഡ് ആയിട്ട് സബ്സ്റ്റൻസ് നമ്മൾ കഴിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ വേറെ ഓർഗാനിസം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. എനിമൽസ് വേറെ ഓർഗാനിസം ഡിപ്പെൻഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഫ്ലഷ് മീറ്റും കഴിക്കുന്നു, അല്ലെ? ലയൺസ് ഒക്കെ ഫ്ലഷ് മീറ്റാണ് കഴിക്കുന്നത്. അതേപോലെ തന്നെ പ്ലാന്റ്സ് ഉണ്ട്. നമ്മൾ നാട്ടിൽ പറഞ്ഞ നോൺ ഗ്രീൻ പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, ഇങ്ങനത്തെ സോളിഡ് ഫുഡ് ഞങ്ങൾക്ക് സ്വയം ഫോട്ടോസിന്തസിസ് വഴി എന്ത് ചെയ്യാൻ പറ്റും, ഫുഡ് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ വേറെ ഓർഗാനിസിനെ അത് എന്ത് ചെയ്യുന്നു, ഡിപ്പെൻഡ് ചെയ്യുന്നു. അതാണ്. അപ്പോൾ നമ്മൾ വീനസ് ഫ്ലൈ ട്രാപ്പ്, പിക്ചർ പ്ലാന്റ്, ഈസ്റ്റ്, ഈ പ്ലാന്റ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു, വേറെ ഓർഗാനിസത്തിന് എന്ത് ചെയ്യുന്നു, ഫുഡിന് വേണ്ടിയിട്ട് ഡിപ്പെൻഡ് ചെയ്യുന്നു. വീനസ് ഫ്ലൈ ട്രാപ്പ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെ? ഇൻസെക്റ്റിനൊക്കെ അവർ ട്രാപ്പ് ചെയ്ത് പിടിക്കുന്ന വീഡിയോസ് ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതാണ് എനിമൽസ്. Animals obtain food from plants or other animals. വേറെ എനിമൽസിൽ നിന്നോ പ്ലാന്റ്സിൽ നിന്നാണ് എനിമൽസ് ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന എനിമൽസിനെ നമ്മൾ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്യുന്നു, 3 ഗ്രൂപ്പായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതാണ് ഹെർബിവോറസ്, കാർണിവോറസ് ആൻഡ് ഒമ്നിവോറസ്. ഈ 3 ഗ്രൂപ്പാണ്. അപ്പോൾ ആദ്യം നോക്കാം ഹെർബിവോറസ്. ദോസ് എനിമൽസ് വിച്ച് ഈറ്റ് ഓൺലി പ്ലാന്റ് ഈസ് കാൾഡ് ഹെർബിവോറസ്. പ്ലാന്റ്സിനെ മാത്രം ആശ്രയിച്ച്, പ്ലാന്റ്സിനെ മാത്രം കഴിക്കുന്ന, അതിലൂടെ ന്യൂട്രീഷൻസ് എനർജി കണ്ടെത്തുന്ന എനിമൽസിനെ നമ്മൾ എന്ത് പറയുന്നത്, ഹെർബിവോറസ്. പ്ലാന്റ് ഈറ്റേഴ്സ്, കൗ എക്സാമ്പിൾ ആണ് കൗ, ഗോഡ്, ഷീപ്പ്, ക്യാമൽ, എലിഫന്റ്, അങ്ങനെ പോകുന്നു. അപ്പോൾ പ്ലാന്റ്സിനൊക്കെ വേറെ എനിമൽസിനെ കഴിക്കാണ്ട് പ്ലാന്റ്സിനെ മാത്രം ആശ്രയിച്ച് ജീവിക്കുന്ന മൃഗങ്ങൾ നമ്മൾ എന്ത് പറയുന്നു, കാർണിവോറസ്, അല്ല ഹെർബിവോറസ്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് കാർണിവോറസ്, മീറ്റ് ഈറ്റേഴ്സ്. ദോസ് എനിമൽസ് വിച്ച് ഓൺലി ഈറ്റ് അതർ എനിമൽസ് ആർ കാൾഡ് കാർണിവോറസ്. വേറെ എനിമൽസിനെ മാത്രം കഴിക്കുന്ന എനിമൽസ് നമ്മൾ എന്ത് പറയുന്നു, കാർണിവോറസ് എന്ന് പറയുന്നു. ഒരു പ്ലാന്റ്സിൽ നിന്നും കഴിക്കില്ല, വേറെ എനിമൽസിന്റെ ഫ്ലഷ് മീറ്റ് കഴിക്കുന്നു. അത് പറഞ്ഞാൽ ഫ്ലഷ് മീറ്റ് കഴിക്കുന്ന എനിമൽസ് ഏതൊക്കെയാണ്? ലയൺ, വൾച്ചർ, ഫ്രോഗ്, ഫോക്സ്, കിങ്ഫിഷർ, അങ്ങനെ പോകുന്നു. ഇവരൊക്കെ എന്താണ്, വേറെ എനിമൽസിനെ അവർ എന്ത് ചെയ്യുന്നു, ആശ്രയിക്കുന്നു അവർക്ക് ഫുഡിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് കാർണിവോറസ്. ഇനി നമ്മൾ അടുത്ത് പോകുന്നത് ഒമ്നിവോറസ് ആണ്. ഒമ്നിവോറസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്, പ്ലാന്റ്സിനെയും മീറ്റിനെയും കഴിക്കുന്നവരാണ് ഒമ്നിവോറസ് ഹ്യൂമൻ ബീയിങ്. നമ്മൾ പ്ലാന്റ്സിനെ നമ്മൾ ആശ്രയിക്കുന്നു, അതേപോലെ തന്നെ നമ്മൾ മീറ്റിനെ നമ്മൾ ആശ്രയിക്കുന്നു. നമ്മൾ പ്ലാന്റ്സിന്റെ വെജിറ്റബിൾസ് ഒക്കെ പ്ലാന്റ്സിൽ നിന്നാണ് ഉണ്ടാകുന്നത്, അതൊക്കെ നമ്മൾ കഴിക്കുന്നു. അതുപോലെ തന്നെ മീറ്റ്, അതിന് എനിമൽസിന്റെ പ്രൊഡക്ട്സ് ഏതൊക്കെ, ഗീ, മിൽക്ക്, അതുപോലെ അങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിക്കുന്നു. അപ്പൊ രണ്ടും കഴിക്കുന്നു, ബോത്ത് പ്ലാന്റ്സ് ആൻഡ് എനിമൽസ്, ബോത്ത് പ്ലാന്റ്സ് ആൻഡ് മീറ്റ്. പ്ലാന്റ്സും മീറ്റും കഴിക്കുന്നവരെ നമ്മൾ എന്ത് പറയുന്നു, ഒമ്നിവോറസ് എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഒമ്നിവോറസിന്റെ സ്റ്റേറ്റ്മെന്റ്. പ്ലാന്റ് ആസ് വെൽ ആസ് മീറ്റ് ഈറ്റേഴ്സ്. Those animals which eat both plant and animals are called omnivores. പ്ലാന്റിനും എനിമൽസിനെയും കഴിക്കുന്നവരെ നമ്മൾ എന്ത് പറയുന്നത്, ഒമ്നിവോറസ്. എക്സാമ്പിൾ മാൻ, ഡോഗ്, ക്രോസ്, പാരോ, ബിയർ, ഇതൊക്കെ എന്താണ്, ഒമ്നിവോറസ് ആയിട്ട് നമ്മൾ കണക്കാക്കുന്നു. ഇനി നമ്മൾ അടുത്ത ടോപ്പിക്കാണ് ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ന്യൂട്രീഷൻ. ഡിഫറെന്റ് സ്റ്റെപ്പ് ഉണ്ട്. നമ്മൾ ഈ അബ്സോർപ്ഷൻ, നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ അബ്സോർപ്ഷന് കുറെ സ്റ്റെപ്പുകളുണ്ട്, നമ്മൾ അതാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ അടുത്ത ടോപ്പിക് നോക്കാം, ഡിഫറെന്റ് സ്റ്റെപ്സ് ഇൻ ദ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ ഇൻ അനിമൽസ്. ഏതൊക്കെയാണ്? 4 സ്റ്റെപ്പാണ് ഉള്ളത്: ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ. ഈ 4 സ്റ്റെപ്പാണ് ഈ ന്യൂട്രീഷൻ എന്ന പ്രോസസ്സ്. ഇത് ഇൻടേക്ക്, അല്ലെങ്കിൽ നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിന്റെ ഇൻടേക്ക്, അതുവഴി ന്യൂട്രീഷൻ, ആ ഇൻടേക്കിന്റെ പ്രോസസ്സുകളാണ് ഈ 4. അതിൽ ആദ്യത്തെ ഇൻജക്ഷൻ, ദ പ്രോസസ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ് ഇൻ ദ ബോഡി. നമ്മുടെ ബോഡിയിലേക്ക് ഫുഡിന്റെ ഇൻടേക്ക് അല്ലെങ്കിൽ ഫുഡ് ഈറ്റിംഗ് എന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ കഴിക്കുക, ഭക്ഷണം കഴിക്കുക, അതിന് ആ പ്രോസസ് നമ്മൾ എന്ത് പറയുന്നു, ഇൻജക്ഷൻ എന്ന് പറയുന്നു. ഓരോ എനിമൽസ് ഓരോ മോഡലിലാണ്. നമ്മുടെ 4 കാലികളൊക്കെ എന്ത് ചെയ്യുന്നു, അവർ വായ കൊണ്ടാണ് ഭക്ഷിക്കുന്നത്. പക്ഷെ ആസ് പെർ ബൈ മാൻ അവരൊക്കെ കൈ കൊണ്ടാണ് കഴിക്കുന്നത്, അല്ലെ? മങ്കീസ് ഇവരൊക്കെ കൈ കൊണ്ടാണ് കഴിക്കുന്നത്. അപ്പൊ ആ പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നത്, ഇൻജക്ഷൻ എന്ന് പറയുന്നു. ഇനി കഴിച്ച ഭക്ഷണം, ഇത് നമ്മൾ ഇൻസുലിബിൾ ആയിട്ടുള്ള ഭക്ഷണങ്ങളാണ് നമ്മൾ കഴിക്കുന്നത്, അല്ലെ? കാരണം പെട്ടെന്ന് ബ്രേക്ക് ഡൗൺ ചെയ്യാൻ കഴിയാത്ത വാട്ടർ ഇൻസോലിബിൾ സബ്സ്റ്റൻസുകളാണ് നമ്മൾ കഴിക്കുന്നത്. അപ്പൊ ഈ സബ്സ്റ്റൻസ് നമ്മൾ എന്ത് ചെയ്യണം, വാട്ടർ സോളിബിൾ ആക്കി മാറ്റണം. ആ പ്രോസസ്സിന് നമ്മൾ എന്ത് പറയുന്നു, ഡൈജഷൻ.
the process in which the food containing large and insoluble molecules, large insoluble molecules is break down into small water soluble molecules which can be absorbed by the body. ബോഡിക്ക് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന, ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ കഴിയുന്ന തരത്തിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ലാർജ് ഇൻസോലബിൾ മോളിക്യൂൾ നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു. ആ പ്രോസസ് നമ്മൾ എന്ത് പറയുന്നു, ഡൈജഷൻ. എന്താണ്, ഇൻസുലിബിളും ലാർജുമായ മോളിക്യൂൾസിനെ നമ്മൾ എന്ത് ചെയ്യാണ്, സൊല്യൂബിൾ ആയിട്ട് മാറ്റുകയാണ്. അതാണ് ഇൻജക്ഷൻ. ഇന്നൊക്കെ പറയുന്നത് അബ്സോർപ്ഷൻ അസിമിലേഷൻ ആണ്. നമുക്ക് നോക്കാം. അപ്പോൾ അടുത്ത സ്റ്റെപ്പാണ് അബ്സോർപ്ഷൻ. അപ്പോൾ നമ്മൾ ഡൈജസ്റ്റഡ് ആയിട്ടുള്ള ഫുഡ്, നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത ഫുഡ് പിന്നീട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ബോഡിയിലേക്ക്, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണം. ആ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ് നമ്മൾ പറയുന്നത് അബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. നമ്മൾ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു, ഈ ഫുഡ് പാർട്ടിക്കിൾസ് നമ്മൾ വാട്ടർ സൊല്യൂബിൾ ആയ പാർട്ടിക്കിൾസ് നമ്മൾ എന്ത് ചെയ്തു, കൺവേർട്ട് ചെയ്തു. ഇനി ആ ഒരു പാർട്ടിക്കിളിനെ നമ്മൾ എന്ത് ചെയ്യണം, അബ്സോർബ് ചെയ്യണം, നമ്മുടെ ബ്ലഡ് സ്ട്രീമിലേക്ക് അബ്സോർബ് ചെയ്യണം. ആ പ്രോസസ്സിനെ നമ്മൾ എന്ത് പറയുന്നത്, അബ്സോർപ്ഷൻ. ദ പ്രോസസ് ഇൻ വിച്ച് ദ ഡൈജസ്റ്റഡ് ഫുഡ് പാസസ് ത്രൂ ദ intestinal wall into the bloodstream. Intestinal വാളിലൂടെ ബ്ലഡ് സ്ട്രീമിലേക്കുള്ള അബ്സോർപ്ഷൻ, ഡൈജസ്റ്റഡ് ഫുഡിന്റെ അബ്സോർപ്ഷൻ ആണെന്ന് പറയുന്നത് അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. ഇനി അസിമിലേഷൻ, ദ പ്രോസസ് ഇൻ വിച്ച് ദ അബ്സോർബ്ഡ് ഫുഡ് ഈസ് ടേക്കൺ ബൈ ദ ബോഡി സെൽസ് ആൻഡ് യൂസ്ഡ് ഫോർ എനർജി ഗ്രോത്ത് ആൻഡ് റിപ്പയർ. അപ്പൊ ഈ അബ്സോർബ് ചെയ്ത ഫുഡ് പിന്നെ സെൽസ് ടേക്ക് ചെയ്യാണ്, എന്തിന്, അവര് ഗ്രോത്ത്, എനർജി, റിപ്പയറിനൊക്കെ വേണ്ടി എന്ത് ചെയ്യാണ്, അബ്സോർബ് ചെയ്ത ഫുഡിനെ നമ്മൾ എന്ത് ചെയ്യാണ്, യൂട്ടിലൈസ് ചെയ്യാണ്. യൂട്ടിലൈസേഷൻ അതിനാണ് എന്ത് പറയുന്നു, അസിമിലേഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇതാണ് നമ്മൾ 4 പ്രോസസ്സ്, ഏതാണ് ഡിഫറെന്റ് സ്റ്റെപ്സിന്റെ പ്രോസസ് ഓഫ് ന്യൂട്രീഷൻ എലിമെന്റ്സിന്റെ 4 സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഐ എം റിയലി സോറി, ഞാനൊരു പോയിന്റ് പറയാൻ വിട്ടിരിക്കുന്നുണ്ട്. 5 സ്റ്റെപ്പ് ഉള്ളതാണ്. ആ സ്റ്റെപ്പ് ഞാൻ പറയാൻ വിട്ടു. ഇജക്ഷൻ ആണ് സ്റ്റെപ്പ്. ദ പ്രോസസ് ഇൻ വിച്ച് ദ ഡൈജസ്റ്റഡ് ഫുഡ് ഈസ് റിമൂവ്ഡ് ഫ്രം ദ ബോഡി. നമ്മുടെ ബോഡിയിൽ നിന്ന് നമ്മൾ ഡൈജസ്റ്റ് ചെയ്ത് അബ്സോർബ് ചെയ്തിട്ടുള്ള ബാക്കി വരുന്ന സോളിഡ് ആയ ലിക്വിഡ് ആയ സബ്സ്റ്റൻസ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യാൻ, ഡൈജസ്റ്റഡ് ആയിട്ടുള്ള സോളിഡോ ലിക്വിഡോ ആയിട്ടുള്ള പാർട്ടിക്കിൾസ് നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ചെയ്യുന്ന പ്രോസസ്സിനാണെന്ന് പറയുന്നത് ഇജക്ഷൻ എന്ന് പറയുന്നു. അപ്പൊ നമ്മൾ അടുത്ത ടോപ്പിക്കിൽ പോവാണ്. അടുത്ത ടോപ്പിക്കാണ് ന്യൂട്രീഷൻ ഇൻ അമീബ. അമീബ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾ ആണ്. ഇറ്റ് ഇസ് എ യൂണിസെല്ലുലാർ അനിമൽ. അമീബ ഈസ് ടൈനി മൈക്രോസ്കോപ്പിക് പാർട്ടിക്കിൾസ്. അമീബ ഒരു യൂണിസെല്ലുലാർ അനിമൽ ആണ്. അപ്പോൾ മൈക്രോസ്കോപ്പിക്, വളരെ ചെറിയ പാർട്ടിക്കിൾസിനാണ് എന്ത് ചെയ്യുക, കഴിക്കുക. അപ്പോൾ ഈ പ്രോസസ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡ്, ആ പ്രക്രിയക്ക് നമ്മൾ എന്ത് പറയുന്നു, ഫാഗോസൈറ്റോസിസ്. The process of intake of food by amoeba is called phagocytosis. അമീബ ഹോളോസോയിക് ആണ്, എന്നാൽ സോളിഡ് പാർട്ടിക്കിൾസിനെ കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ ഇതാണ് അമീബ യൂണിസെല്ലുലാർ അനിമൽ ആണ്. നമുക്ക് അതിന് നേരത്തെ പറഞ്ഞ പോലെ ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. ന്യൂട്രീഷൻ അമീബയുടെ ഡിഫറെന്റ് സ്റ്റെപ്സ് ഉണ്ട്. നമ്മൾ പറഞ്ഞ 5 സ്റ്റെപ്പ് തന്നെയാണ്. ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ. ഇൻജക്ഷൻ, ഡൈജഷൻ, അബ്സോർപ്ഷൻ, അസിമിലേഷൻ ആൻഡ് ഇജക്ഷൻ, ഈ 5 സ്റ്റെപ്പാണ് ഉള്ളത്. പക്ഷെ എനിമൽസിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്, ഫുഡ് കഴിക്കുന്നതും അബ്സോർബ് ചെയ്യുന്നതും ഇജക്ട് ചെയ്യുന്നതും. നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് നോക്കാം ഇൻജക്ഷൻ. അമീബ യൂണിസെല്ലുലാർ അനിമൽ ആയതുകൊണ്ട് തന്നെ അതിന് മൗത്ത് ഇല്ല, വായ ഉണ്ടാവില്ല. ഒരു സ്പെഷ്യൽ മോഡ് ഓഫ് ഇൻടേക്ക് ഓഫ് ഫുഡാണ് ചെയ്യുന്നത്. നോക്കാം. അമീബ ഹാസ് നോ മൗത്ത്. അമീബ ഇൻജസ്റ്റ് ഫുഡ് ത്രൂ എ ടെമ്പററി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ കാർഡ് സ്യൂഡോപോഡിയ. ഒരു ടെമ്പററി ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ഉണ്ടാവും. ആ പ്രൊജക്ഷന്റെ സഹായത്തോട് കൂടിയാണ്, ആ പ്രൊജക്ഷൻ നമ്മൾ പറയുന്നത് സ്യൂഡോപോഡിയ. ഈ സ്യൂഡോപോഡിയ എന്ന പ്രൊജക്ഷൻ സഹായത്തോട് കൂടിയാണ് എന്ത് ചെയ്യുന്നത്, അമീബ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്. ഇങ്ങനെ പ്രൊജക്ഷൻ ഉണ്ടാവും. ഈ പ്രൊജക്ഷന്റെ ഹെൽപ്പോട് കൂടി എന്ത് ചെയ്യുന്നു, അമീബ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നു, ഫുഡ് ഉള്ളിലേക്ക് എടുക്കുന്നു. ഇനി ആ കഴിച്ച ഫുഡിനെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്മാൾ പാർട്ടിക്കിൾസ് ആയിട്ട് എന്ത് ചെയ്യുന്നു, ഇൻസുലബിൾ പാർട്ടിക്കിൾസ് സ്മാൾ സോളിബിൾ പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നു. അതിന് നമ്മൾ ഡൈജഷൻ എന്ന് പറയുന്നു. ദ ഫുഡ് ഈസ് ഡൈജസ്റ്റഡ് ഇൻ ദ ഫുഡ് വാക്യൂൾ. ഫുഡ് വാക്യൂളിലാണ് എന്ത് ചെയ്യുന്നത്, ഈ കഴിച്ച ഫുഡ് സേവ് ചെയ്യുന്നത്. വാക്യൂൾ ടെമ്പററിയാണ്. വാക്യൂൾ എന്ത് ചെയ്യും, അമീബയുടെ ബോഡിയിൽ എന്ത് ചെയ്യും, വാക്യൂൾ ഫോം ചെയ്തിട്ടാണ് ഫുഡ് ഉണ്ടാവുക. അപ്പോൾ ഈ ഫുഡ് വാക്യൂൾ ബൈ ഡൈജസ്റ്റ് എൻസൈം ഹെൽപ്പോട് കൂടി എൻസൈം ഫ്രം സറൗണ്ടിങ് സൈറ്റോപ്ലാസം എൻറ്റർ ഇൻടു ദ ഫുഡ് വാക്യൂൾ ആൻഡ് ബ്രേക്ക് ഡൗൺ ഇൻ ദ സ്മാൾ സോളിബിൾ പാർട്ടിക്കിൾ ത്രൂ കെമിക്കൽ റിയാക്ഷൻ. അപ്പോൾ സൈറ്റോപ്ലാസം എന്ത് ചെയ്യുന്നു, എൻസൈംസ് ഈ വാക്യൂളിലേക്ക് കയറിയിട്ട് ഈ പാർട്ടിക്കിൾസ്, ഇൻസൊല്യൂബിൾ പാർട്ടിക്കിൾസ് സൊല്യൂബിൾ പാർട്ടിക്കിൾസ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന കെമിക്കൽ റിയാക്ഷൻ സഹായത്തോട് കൂടി. അപ്പോൾ ഇതാണ് ഇൻജക്ഷനും ഡൈജഷനും. നമുക്ക് അടുത്ത് നോക്കാം അബ്സോർപ്ഷൻ. അപ്പോൾ അബ്സോർപ്ഷൻ, the digested food present in the food vacuole, the digested food present in the food vacuole of amoeba is absorbed directly into the cytoplasm. അപ്പോൾ ഫുഡ് വാക്യൂളിൽ ഡൈജസ്റ്റ് കിടക്കുന്ന ഫുഡ് സൈറ്റോപ്ലാസത്തിൽ ഡയറക്റ്റ് ആയിട്ട് അബ്സോർബ് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ അബ്സോർപ്ഷൻ എന്ന് പറയുന്നു. Assimilation, the absorbed food is utilized by the amoeba for its energy. അപ്പോൾ എനർജിക്ക് വേണ്ടി ഫുഡിന് എന്ത് ചെയ്യുന്നു, യൂട്ടിലൈസ് ചെയ്യുന്നു. നമ്മൾ എന്ത് പറയുന്നു, അസിമിലേഷൻ എന്ന് പറയുന്നു. അപ്പോൾ അടുത്തത് ഇജക്ഷൻ ആണ്. ഇജക്ഷൻ ഒരു പ്രത്യേക പ്രോസസ്സിലൂടെയാണ് ഇജക്ഷൻ അമീബയിൽ നടക്കുന്നത്. അപ്പോൾ അമീബയിൽ ഇജക്ഷന് വേണ്ടിയിട്ട് പ്രത്യേക ഓർഗാൻസും കാര്യങ്ങളൊന്നുമില്ല, പ്രത്യേക പാർട്സും ഒന്നും നിന്നില്ല അമീബയ്ക്കില്ല. അഥവാ നമ്മുടെ മ്യൂസിനൊക്കെയാണ് ആനസ് അതൊക്കെ ഉണ്ട്. പക്ഷേ അമീബയ്ക്ക് എന്തില്ല, അങ്ങനത്തെ പാർട്സുകളൊന്നുമില്ല.
അപ്പോൾ ദ കൺസിഡറബിൾ എമൗണ്ട് ഓഫ് അൺഡൈജസ്റ്റഡ് ഫുഡ് ഇൻസൈഡ് ദ അമീബ ഇജസ്റ്റഡ് ബൈ ദ റെപ്യൂച്ചറിംഗ് ഓഫ് സെൽ മെംബ്രെയിൻ അറ്റ് എനി പ്ലേസ്. ഏത് സ്ഥലത്ത് അമീബേന്റെ സെൽ മെംബ്രെയിൻ റെപ്യൂച്ചറിങ് ആ ടൈമിൽ സെൽ മെംബ്രെയിൻ എന്ത് ചെയ്യുക, റെപ്യൂച്ചർ ചെയ്യും. അതിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ അൺഡൈജസ്റ്റഡ് ഫുഡ് എന്ത് ചെയ്യുന്നത്, ഇജസ്റ്റ് ചെയ്യുന്നത്. ഇനി അമീബ പോലെ തന്നെ വേറെ യൂണിസെല്ലുലാർ എനിമൽ ആണ് പാരാമീഷ്യം. Paramecium, it is also unicellular animal. Paramecium uses its hair-like structure called cilia. അവിടെ നമ്മൾ പറഞ്ഞത് ഫിംഗർ ലൈക്ക് സ്ട്രക്ചർ ആണ് പ്ലാസ്മോഡി. ഇവിടെ സീലിയ ആണ് നമ്മൾ എന്ത് ഇവിടെ അവര് ഫുഡ് ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു പ്രൊഡക്ഷൻ ആണ് സീലിയ. ടു സീവ് ദ ഫുഡ് ഫ്രം ദ വാട്ടർ ടു ദ മൗത്ത്, ദ ബാക്ക് ആൻഡ് ഫ്രോത്ത് മൂവ്മെന്റ് ഓഫ് ദ സീലിയ സ്വീപ് ദ ഫുഡ് പാർട്ടിക്കിൾസ് ഇൻ ദ മൗത്ത്. അപ്പൊ സീലിയ എന്നൊരു ഫിംഗർ ലൈക്ക് പ്രൊജക്ഷന്റെ ഹെൽപ്പ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, പാരമേഷ്യൻ ഫുഡ് ഇൻടേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഈ ബാക്ക് ആൻഡ് ഫ്രോത്ത് മൂവ്മെന്റ്, ഈ ബാക്ക് ആൻഡ് ഫ്രോത്ത് മൂവ്മെന്റിന്റെ ആ മൂവ്മെന്റ് കൊണ്ടാണ് ഈ എന്ത് ചെയ്യുന്നത്, ഈ ഫുഡ് പാർട്ടിക്കിൾസ് വാട്ടറോടെ നടക്കുന്ന ഫുഡ് പാർട്ടിക്കിൾസ് ബാക്ക് ആൻഡ് ഫ്രോത്ത് മൂവ്മെന്റിന്റെ വഴി എന്ത് ചെയ്യുന്നു, മൗത്തിലേക്ക് കയറുന്നു. പിന്നെ പാരമേഷ്യൻ നമ്മുടെ ഫുഡ് പോലെയാണ് പാരമേഷ്യന്റെ സ്ട്രക്ചർ. അപ്പോൾ ഇതാണ് മൗത്ത്, ഫുഡ് സീലിയ, ഈ കാണുന്നതാണ് സീലിയ, ഇത് മൗത്തിലൂടെയാണ് ഫുഡ്, ഈ സീലിയന്റെ ഹെൽപ്പോടെയാണ് ഫുഡ് കയറുന്നത്. ബാക്കിയുള്ള എന്താണ് അബ്സോർപ്ഷൻ, ഡൈജഷൻ, അസിമിലേഷൻ, ഡൈജഷൻ ഒക്കെ അമീബ പോലെ തന്നെയാണ്. ഇതാണ് അമീബേന്റെ ആ സ്റ്റെപ്പ് നമ്മൾ നോക്കാം. ഇഞ്ചക്ഷൻ, ഇതാണ് ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ ആണ്. സ്യൂഡോപോഡിയ, ഫിംഗർ ലൈക്ക് പ്രൊജക്ഷൻ സ്യൂഡോപോഡിയ ടെമ്പററി, അതാണ് ഇത്. ന്യൂക്ലിയസ്, ഇതാണ് ഫുഡ് വാക്യൂൾ. ഇങ്ങനെ ഫുഡ് വാക്യൂളാണ് ഇവർ ഫുഡ് സേവ് ചെയ്യുന്നത്. അതിനുശേഷം ഡൈജഷൻ, അവർ ഡൈജഷനും ഡിഫ്യൂഷൻ വഴിയുള്ള അബ്സോർപ്ഷനും. ഇനി ആ അബ്സോർപ്ഷൻ വഴി അവരുടെ ഗ്രോത്ത് ആണ്. അസിമിലേഷൻ വഴി അവരുടെ ഗ്രോത്ത്. ഇതാണ് നമ്മൾ പറഞ്ഞ സെൽ മെംബ്രെയിൻ റെപ്യൂച്ചർ ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു, അൺഡൈജസ്റ്റ് ഫുഡിനെ ഡൈജസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതാണ് സ്റ്റെപ്പ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യാം, വീഡിയോ ഒന്ന് പൗസ് ചെയ്തിട്ട് ഞാൻ എഴുതിയ പോയിന്റ്സ് ഒക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പോൾ ഇനി അടുത്തത് ന്യൂട്രീഷൻ ഇൻ ഹ്യൂമൻ ബീങ്സ്, അത് നമ്മൾ അടുത്ത പാർട്ടിൽ പറയുന്നതാണ്. താങ്ക് യു.